ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നേ. പക്ഷേ രാവിലെ വന്ന് തോട്ടിൽ നോക്കിയപ്പോഴേക്കും വലിയ വെള്ളമൊന്നും ഇല്ലായിരുന്നേ. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 7:30-8 മണി രാവിലെ ആ ഒരു സമയമായിട്ടുണ്ട്. ചുമ്മാ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് തേൻ്റെ മഴത്തുള്ളികളൊക്കെ തേൻ്റെ ഈ ഇലയിൽ ഇങ്ങനെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ തോടിൻ്റെ നല്ലതുപോലെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കലങ്ങിയ കളറായിരിക്കും. പക്ഷേ ഇപ്പം നല്ല വെള്ളമായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അതിനർത്ഥം വലിയ രീതിയിൽ മഴയൊന്നും പെയ്തിട്ടില്ല എന്നാണേ. അപ്പോൾ ഞാൻ രാവിലെ നടക്കുന്നതിനിടയിൽ കുറച്ച് കാട്ടുചെടികളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്ത് കൂടുതലും തോടും വയലും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് നിങ്ങളെ കാണിക്കാനുള്ളത് ഈ കാട്ടുചെടികളും കാട്ടുപൂക്കളും ഒക്കെ ഉള്ളു കേട്ടോ. ഇതൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലം തൊട്ടേ ഇവിടെ ഉള്ള ചെടികളൊക്കെ തന്നെയാണ് കേട്ടോ ഇത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വലുതായിട്ട് കൃഷിയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ വയലിൽ ഫുള്ള് ഇങ്ങനത്തെ ചെടികളും പൂക്കളും ഒക്കെ തന്നെ ഇങ്ങനെ കാട് പോലെ പടന്ന് കിടക്കും. ഇത് ഞങ്ങൾ നടക്കുന്ന വഴിയാണ്. ഇതുവഴി കഷ്ടിച്ചൊരു ബൈക്ക്, ഒരു സൈക്കിൾ ഒക്കെ പോകാറുള്ളൂ. കൂടുതലും നമ്മൾ പെട്ടെന്ന് റോഡിലെത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന വഴിയാട്ടോ. അങ്ങനെ ഇന്നത്തെ യാത്ര ഏകദേശം അവസാനിക്കാറായേ. അങ്ങനെ ഇരുന്നപ്പം കാണാം ദേണ്ട നമ്മുടെ കയ്യിൽ നമ്മുടെ പത്രം വരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് പത്രം തന്നു. ഞാൻ അങ്ങനെ അധികം പത്രമൊന്നും വായിക്കാറില്ല, പിന്നെ കിട്ടിയാൽ വായിക്കും, അങ്ങനെ നിർബന്ധമേ ഇല്ല. പക്ഷേ വീട്ടിലെന്നും പത്രം വരുത്താറുണ്ട്. പത്രമൊക്കെ വായിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ദേണ്ടേ നമ്മുടെ ഇവിടെ നിന്ന് റോസാപ്പൂ വിരിഞ്ഞ്. അമ്മ ഒരുപാട് നാളുകൊണ്ട് കഷ്ടപ്പെട്ട് വെച്ച റോസയാട്ടോ. അങ്ങനെ അധികം പൂ പിടിക്കാറേ ഇല്ലായിരുന്നു. അങ്ങനെ ദേണ്ടേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പൂ ദിവസം 1-2 വെച്ചൊക്കെ കിട്ടുന്നുണ്ട്. അമ്മ അത് സാധാരണ പിച്ചാറില്ല. ഇവിടെ എൻ്റെ പിള്ളേരുണ്ടായതുകൊണ്ട് അവർ രണ്ടുപേരും പൂ പിച്ചും. പക്ഷേ ഇതിൽ തൊടാൻ അമ്മ സമ്മതിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ദേ നമ്മുടെ വയൽ. ഈ വയൽ ഞാൻ മുന്നത്തെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ മഴ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ ഇവിടെ എല്ലാം. അതുകൊണ്ട് തന്നെ വയലിലെ വാഴയും ചീനിയും എല്ലാം നശിച്ചു പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ ഈ നാടും വീടും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.